ശബരിമല അയ്യപ്പൻ്റെ സ്വർണം കട്ടുകൊണ്ടുപോയിട്ട് ഒരു ഉളുപ്പുമില്ലാതെ അതിനെ നിസാരവൽക്കരിക്കാനുള്ള ശ്രമം തകൃതിയായി നടത്തി തുടങ്ങിയിട്ടുണ്ട്. മറ്റു വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് ശബരിമലയിലെ മോഷണം ഒന്നുമല്ലാതാക്കാൻ ശ്രമിക്കുമ്പോഴും അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ഹൈക്കോടതിയിലാണ് മുഴുവൻ പ്രതീക്ഷയും. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പാളികളിലെ സ്വർണം ചെന്നൈയിൽ ഉരുക്കി എന്ന രീതിയിലേക്ക് അന്വേഷണം ചുരുങ്ങുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അതോടെ കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തർ വലിയ നിരാശയിലാണ്. കൊണ്ടുപോയ സ്വർണം ഉരുക്കിക്കളഞ്ഞുവെന്നും അതോടെ തൊണ്ടി മുതൽ നഷ്ടപ്പെട്ടു എന്നും പറഞ്ഞ് കേസ് ദുർബലപ്പെടുത്താനുള്ള കള്ളബുദ്ധി ആരുടേത് എന്ന് എല്ലാവർക്കും അറിയാം. അത് അന്വേഷണ സംഘത്തിന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കാം. കള്ളന്മാരുടെ എല്ലാ വാദങ്ങളും പൊളിയുന്നത് ഒറ്റ ചോദ്യത്തിലാണ്. അതായത് സ്വർണം ഉരുക്കാനാണ് കൊണ്ടുപോയതെങ്കിൽ ചെന്നൈയിലേക്ക് എത്താൻ എന്തിന് 39 ദിവസം വൈകിച്ചു? അതിനിടയിൽ നടന്ന കച്ചവടം യഥാർത്ഥ സ്വർണം തന്നെയല്ലേ? ഈ കാര്യത്തിൽ വ്യക്തതയില്ല എന്നും പറഞ്ഞ് അന്വേഷണ കമ്മീഷൻ പണി നിർത്താൻ കഴിയില്ല. അങ്ങനെ യഥാർത്ഥ സ്വർണ്ണപ്പാളികൾ വിൽപ്പന നടത്തിയിരിക്കാനുള്ള സാധ്യതയുണ്ടായിട്ടും ദേവസ്വം വിജിലൻസിന്റെ ആദ്യഘട്ട അന്വേഷണം മുതൽ സ്വർണം ഉരുക്കി എന്ന നിഗമനത്തിൽ തന്നെ എത്തി നിൽക്കുകയാണിപ്പോൾ. അങ്ങനെയുള്ള വിവരം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് മാത്രം കേട്ട് അതിന് പിന്നാലെ പോകുന്നതിനൊപ്പം തന്നെ അതിനപ്പുറം നടന്നിരിക്കുന്ന വിഗ്രഹ കച്ചവടങ്ങളെ പറ്റി കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനമായി നിൽക്കുന്നത്. അല്ലെങ്കിൽ യഥാർത്ഥ കള്ളന്മാർ രക്ഷപ്പെടാൻ പോകുകയാണ്. തൊണ്ടി മുഴുവൻ കണ്ടെത്തുക എന്നത് കേസിൽ നിർണായകമാണെങ്കിലും ഇങ്ങനെ ഉരുക്കി തീർത്ത മാറ്റം വരുത്തിയതൊക്കെ കണ്ടെത്താനാകണമെന്നില്ല. അതിനർത്ഥം മോഷണം നടന്നിട്ടില്ല എന്നുള്ളതല്ല. ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും മുൻപുണ്ടായവരും മന്ത്രിയും അടക്കമുള്ളവരുടെ പ്രമുഖരുടെ എല്ലാം കളിയാണ് ഇതെന്നും ഇതിൽ പിണറായി വിജയന്റെ വിജിലൻസും ക്രൈംബ്രാഞ്ചും ഒക്കെ ഒറ്റുകൊടുത്താലും ഹൈക്കോടതി മേൽനോട്ടത്തിലുള്ള SIT ഇതിൽ പെടില്ല എന്ന ഒറ്റ വിശ്വാസത്തിലാണ് കോടിക്കണക്കിനുള്ള ജനങ്ങൾ നിൽക്കുന്നത്. 2019 ജൂലൈ 19, 20 തീയതികളിൽ ശബരിമലയിൽ നിന്നഴിച്ച ദ്വാരപാലക ശില്പപാളികളും ശ്രീകോവിലിൻ്റെ വശങ്ങളിലെ ലോഹപാളികളും ആദ്യം ബംഗളൂരിലേക്കാണ് കൊണ്ടുപോയി എത്തിച്ചത്. ഇവിടെ പ്രദർശനവും പൂജകളും നടത്തിയെന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചിത്രങ്ങൾ പാളികൾ കൈവശമുണ്ട് എന്നതിൻ്റെ പ്രചരണത്തിനായി പ്രതികൾ ഉപയോഗിച്ചു. അടുത്ത ഘട്ടത്തിൽ പാളികൾ ഹൈദരാബാദിലേക്ക് എത്തിക്കുന്നു. ചെമ്പിൽ സ്വർണം പൂശി എന്ന മൊഴി മാറ്റി അതിനു മുൻപ് സ്വർണം വേർതിരിച്ചു എന്ന് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻ പറഞ്ഞതോടെയാണ് ദുരൂഹതകളെല്ലാം തുടങ്ങി പൊങ്ങി വന്നത്. ശുദ്ധമായ ചെമ്പിൽ മാത്രമേ സ്വർണം പൂശുന്ന ജോലി ചെയ്യൂ എന്ന് പറഞ്ഞൊരു സ്ഥാപനം പെട്ടെന്ന് മൊഴിമാറ്റി. സ്വർണത്തിൻ്റെ വിപണി വില മാത്രം ലക്ഷ്യമിട്ട് 1/2 കിലോയിൽ താഴെ സ്വർണത്തിനായി ഇത്ര വലിയ കുറ്റകൃത്യം ചെയ്യാൻ പ്രതികൾ ധൈര്യപ്പെടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞതനുസരിച്ച് സ്വർണം ഉരുക്കി എന്ന് മാത്രമായാൽ കേസ് 1/2 കിലോ സ്വർണം മോഷ്ടിച്ചു എന്നതിലേക്ക് ചുരുങ്ങി താഴ്ന്നു പോകും. അതിനുമപ്പുറം ഈ യഥാർത്ഥ വിഗ്രഹങ്ങൾ കച്ചവടം നടത്തി കോടാനുകോടികൾ സമ്പാദിച്ചു എന്നുള്ള യാഥാർത്ഥ്യം ഇല്ലാതെ പോവുകയാണ്. അത് കണ്ടെത്തേണ്ടതാണ് അന്വേഷണ സംഘത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല. ഗൂഢാലോചന പ്രമുഖരിലേക്ക് എത്താതെ ഇതൊതുങ്ങാൻ പോകുകയാണ്. അല്ലെങ്കിൽ ബല്ലാരിയിലെ ഗോവർദ്ധന്റെ സ്ഥാപനത്തിൽ നിന്ന് സ്മാർട്ട് ക്രിയേഷൻസിന്റെ കണക്കു പ്രകാരം ബാക്കിയായ സ്വർണം മാത്രം 6 വർഷത്തിന് ശേഷം കണ്ടെത്തുന്നതൊക്കെ മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥ പോലെയാണെന്ന് വളരെ വ്യക്തമാവുകയാണ്. ഒരു കാര്യം കേരളത്തിന് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. ലാവ്ലിൻ കേസ് 38 തവണ മാറ്റിവെക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫ് മിഷനും കരുവന്നൂർ ബാങ്കും അന്വേഷിക്കാൻ വന്നവരെ ആ വഴിക്ക് തന്നെ പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ, സ്വർണ്ണക്കടത്ത് മുഴുവൻ വെള്ളത്തിൽ വരച്ചവരെ പോലെ ആയിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് ശബരിമലയിലെ മോഷണവും പുല്ലാണ്. അതെല്ലാം ഒളിപ്പിക്കാൻ അറിയാം. പക്ഷേ ഇത് അയ്യപ്പൻ്റെ മുതലാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. പ്രമുഖർ പങ്കെടുത്ത ഒരു മോഷണം അട്ടിമറിക്കപ്പെട്ടാൽ കോടതിയിലുള്ള വിശ്വാസവും നഷ്ടപ്പെടും എന്നുറപ്പാണ്. അവസാനം തൻ്റെ മുതൽ കട്ടവരെ താൻ തന്നെ ശിക്ഷിക്കുമെന്ന അയ്യപ്പൻ്റെ തീരുമാനത്തിന് മുന്നിൽ ഒരാളും രക്ഷപ്പെടില്ല എന്നുറപ്പാണ്.